കേരളത്തിൽ നടന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്രൈം ത്രില്ലർ കേസാണ് നമ്മൾ കണ്ടത്. അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് കൊലയാളിയെ കണ്ടെത്താൻ പോലീസിന് മറ്റു മാർഗമൊന്നും ഇല്ലാതായി. വർഷങ്ങൾ കടന്നുപോയിട്ടും യാതൊരു പുരോഗതിയും ഇല്ല. തുടർന്ന് ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ചിൽ അനുഭവ സമ്പന്നനും കഴിവുമുള്ള കൃഷ്ണകുമാർ എന്ന ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഒരു കേസ് വീണ്ടും എടുത്ത് അന്വേഷിക്കാൻ തുടങ്ങി. ഓരോ തെളിവുകളായി പരിശോധിച്ചു. അവസാനം മാച്ച് ബോക്സും ബീഡി പാക്കറ്റും ഉപയോഗിച്ച് കൊലയാളിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇവ രണ്ടും സാധാരണ ബ്രാൻഡുകൾ അല്ല. ബീഡി പാക്കറ്റിൽ നിന്നും ഒരൊറ്റ ബീഡി മാത്രമാണ് ഉപയോഗിച്ചത്. മാച്ച് ബോക്സിലെയും കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് ഒരാൾ അടുത്തിടെ ഒരു കടയിൽ നിന്നും ഈ രണ്ടും ഒരുമിച്ച് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രദേശത്തെ എല്ലാ ചെറിയ കടകളിലും പോലീസ് പോയി ചോദിക്കാൻ തുടങ്ങി, ഈ ബ്രാൻഡിന്റെ മാച്ച് ബോക്സും ഈ ബ്രാൻഡിന്റെ ബീഡിയും ആരെങ്കിലും ഒരുമിച്ച് വാങ്ങിയിട്ടുണ്ടോ എന്ന്. ആ ചെറിയ കടകളിലെ ആളുകൾ, ഗ്രോസറി കടയുടെ ഉടമകൾ എല്ലാവരും ഒരേ മറുപടിയാണ് പറഞ്ഞത്. സാറേ, നിങ്ങൾ ഈ കാണിച്ച മാച്ച് ബോക്സ് അല്ലെങ്കിൽ ബീഡി ഇത് നമ്മുടെ പ്രദേശത്തൊന്നും ലഭ്യമല്ല, ഇവിടെ വിൽപ്പനയില്ല. ഇത് കേട്ടപ്പോൾ ഈ ഓഫീസർ കൃഷ്ണകുമാർ നേരിട്ട് കിസാൻ മാച്ച് ബോക്സിന്റെ നിർമ്മാണ കമ്പനിയിലേക്ക് പോയി. അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, സർ, ഈ മാച്ച് ബോക്സുകൾ കൂടുതലായും നാഗർകോവിൽ ഭാഗത്താണ് വിൽപ്പന ചെയ്യുന്നത്. കേരളത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ബീഡി കമ്പനിയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതും നാഗർകോവിൽ പ്രദേശത്താണ് പ്രധാനമായും വിൽക്കുന്നതെന്ന് കണ്ടെത്തി. ഇപ്പോൾ ഒരു പാറ്റേൺ വ്യക്തമായി. കൊലയാളി നാഗർകോവിൽ നിന്നും സിനിമ കണ്ടു, അവിടെ നിന്നാണ് ബീഡി മാച്ച് ബോക്സും വാങ്ങിയത്. അതായത് ഇയാൾ നാഗർകോവിലുകാരനായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ കൃഷ്ണകുമാർ വളരെ ആഴത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും ഒരാൾ ഇവിടെ വന്ന് കൊലപാതകം ചെയ്യുന്നു. എന്തിന്? ഒരു 65 വയസ്സുള്ള സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അവൾ ആഭരണങ്ങൾ ധരിച്ചിരുന്നു. നാഗർകോവിൽ നിന്നും ഒരാൾ ഇത്ര ദൂരം വന്ന് കവർച്ചയ്ക്ക് വേണ്ടി മാത്രം ഒരാൾ ഒരു കൊലപാതകം ചെയ്യുമോ? ഇതെല്ലാം പരിഗണിച്ചാൽ തീർച്ചയായും സാധ്യമല്ല. കാരണം ആ വീട് റെയിൽവേ സ്റ്റേഷന്റെ പിന്നിൽ ഇടുങ്ങിയ വഴിയിലാണ്. അതായത് ഒറ്റപ്പെട്ട പ്രദേശം. ഒരു പുറത്തുള്ള വ്യക്തിക്ക് ആ വീടിനെ കുറിച്ച് അറിയാൻ പോലും സാധിക്കില്ല. അതായത് ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കുറ്റകൃത്യമേ അല്ല. ഇതിനെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ക്രൈം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അവസരം ലഭിച്ചതിനാൽ നടത്തിയ ഒരു കുറ്റം. ഉദാഹരണത്തിന്, ഒരാൾ അതുവഴി നടന്നു പോകുമ്പോൾ ആ സ്ത്രീയെ കണ്ടിരിക്കാം. അവർ കഴുത്തിൽ ആഭരണങ്ങൾ ധരിച്ചിരുന്നത് കണ്ടു. വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കി അവസരം പ്രയോജനപ്പെടുത്തി കൊലപാതകം നടത്തിയിരിക്കാം. അതിനാൽ ഇത് പദ്ധതിപൂർവം നടത്തിയ ഒരു കുറ്റം അല്ല. അപ്പോൾ ചോദ്യം വരുന്നത്, നാഗർകോവിൽ സ്വദേശിയാണെങ്കിൽ അയാൾ ഇവിടെ എന്തിനു വന്നു? ജോലിക്കായി വന്നിരിക്കാം. പക്ഷേ ജോലിക്കായി വന്ന ഒരാൾ റെയിൽവേ സ്റ്റേഷന് പിന്നിലെ ആ ചെറിയ ഇടുങ്ങിയ വഴിയിലേക്ക് എന്തിനു പോയി? അതിനർത്ഥം കൊലയാളിക്കും ആ പ്രദേശത്തിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടാകണം. അതാണ് കൃഷ്ണകുമാർ ചിന്തിച്ച ഒരു ദിശ. നാഗർകോവിൽ സ്വദേശിയായ ഒരാൾക്ക് ഈ പ്രദേശവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? പോലീസിന്റെ അന്വേഷണ സമയത്ത് അവർ ഇതിനകം തന്നെ അവിടെയുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തിരുന്നു. അടുത്ത വീട്ടുകാർ, റെസിഡൻഷ്യൽ ഏരിയയിലെ ആളുകൾ, സ്ക്രാപ്പ് കട ഉടമ, സിറോക്സ് കടയുടെ ഉടമ. ഇപ്പോൾ കൃഷ്ണകുമാർ വീണ്ടും എല്ലാ പഴയ ചോദ്യം ചെയ്യൽ രേഖകളും വീണ്ടും വീണ്ടും പരിശോധിച്ചു. ആരോട് എന്ത് ചോദിച്ചു, അവരെന്ത് മറുപടി നൽകി, എല്ലാം പരിശോധിച്ചു. പക്ഷേ ഈ നാഗർകോവിൽ എന്ന വാക്ക് അതെവിടെയും വന്നില്ല. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, എല്ലാവരെയും വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്യണം. ആദ്യം അയൽവാസികളെ വിളിച്ച് ചോദിച്ചു. വലിയ തെളിവുകളൊന്നുമില്ല. സെറോക്സ് കട ഉടമയെ ചോദ്യം ചെയ്തു. അവിടെയും നാഗർകോവിലുമായി ബന്ധിപ്പിക്കാൻ ഒന്നും തന്നെയില്ല. അവസാനം സ്ക്രാപ്പ് കട ഉടമയെ വിളിച്ചു. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു. സർ, ഞാൻ, എൻ്റെ ഭാര്യ, മക്കൾ, ഭാര്യയുടെ ചേട്ടൻ, പിന്നീട് ഭാര്യയുടെ ഇളയ സഹോദരൻ കൂടെ ഉണ്ട്. ശരി, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു? ഞാൻ സ്ക്രാപ്പ് കട നടത്തുന്നു. ഭാര്യ വീട്ടിലെ ജോലികൾ ചെയ്യും. അടുത്ത പോലീസ് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ഈ ഭാര്യയുടെ സഹോദരൻ, അയാൾ എന്താണ് ചെയ്യുന്നത് എന്ന്. ഇപ്പോൾ സ്ക്രാപ്പ് കട ഉടമ പറഞ്ഞത്, അവൻ നൊങ്ക് വ്യാപാരമാണ് ചെയ്യുന്നത്. ഈ പനമരത്തിൽ നിന്നും എടുക്കുന്ന നൊങ്ക് ബിസിനസ് ആണ് ചെയ്യുന്നത്. പുറത്തു നിന്നും വാങ്ങി ഇവിടെയുള്ള കടകളിൽ വിതരണം ചെയ്യും. എവിടെ നിന്നാണ് അത് വാങ്ങുന്നതെന്ന് ഇപ്പോൾ ഓഫീസർ ചോദിച്ചു. സർ, അടുത്തുള്ള നാഗർകോവിൽ ഭാഗത്ത് നിന്നാണ് അവൻ വാങ്ങുന്നത് എന്ന് ഈ ഉടമ മറുപടി പറഞ്ഞു. ഇത് കേട്ട നിമിഷം കൃഷ്ണകുമാറിന്റെ മുഖത്തൊരു മാറ്റം. ആദ്യമായി നാഗർകോവിലും ഈ പ്രദേശവും തമ്മിൽ വ്യക്തമായൊരു ബന്ധം കിട്ടി. ഇപ്പൊ മനസ്സിലായി, ഈ സ്ക്രാപ്പ് കട ഉടമയുടെ ഭാര്യ, അവരുടെ ഇളയ സഹോദരൻ നാഗർകോവിലുമായി ബന്ധമുള്ള ആളാണ്. അവൻ ഇതേ പ്രദേശത്ത് താമസിക്കുന്ന ആളാണ്. അവന്റെ പേരെന്താണെന്ന് ചോദിച്ചു. റിയാസ് എന്ന് പറഞ്ഞു. റിയാസിന്റെ പ്രധാനപ്പെട്ട ജോലി മുൻ ദിവസം നാഗർകോവിലേക്ക് പോയി അവിടെ നിന്നും നൊങ്ക് വാങ്ങും. എന്നിട്ട് ട്രെയിനിൽ കയറി തിരികെ വരിക. ശേഷം ഇവിടെയുള്ള കടകളിൽ വിതരണം ചെയ്യുക. ഇപ്പൊ പോലീസിന്റെ ശ്രദ്ധ റിയാസിലേക്കാണ്. ഓഗസ്റ്റ് മാസം 13 കൊലപാതകം നടന്ന സമയത്ത് റിയാസ് എവിടെയായിരുന്നു? സ്ക്രാപ്പ് കട ഉടമ പറഞ്ഞു, സർ, ആ ദിവസം രാവിലെ അവൻ വീട്ടിൽ വന്നിരുന്നു. അവന് ചെറിയൊരു ലഹരിശീലമുണ്ട്, കഞ്ചാവ് വലിക്കുന്ന പതിവ്.
അതിനായി എന്നോട് പണം ചോദിച്ചു. ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അവന് ദേഷ്യം വന്നു, അവൻ പോയി. പിന്നീട് 2 ദിവസം കഴിഞ്ഞാണ് തിരികെ വന്നത്. ഇപ്പോൾ ഒരു മോട്ടീവ് വ്യക്തമായി. ലഹരിശീലം ഉണ്ട്, പണം ആവശ്യമായിരുന്നു, നാഗർകോവിലുമായി ബന്ധമുണ്ടായിരുന്നു. പോലീസിന് ഇപ്പോൾ ശക്തമായൊരു തെളിവ് ലഭിച്ചു. അവർ റിയാസിനെ ചോദ്യം ചെയ്യലിനായി വിളിച്ചു. അവനൊരു മുസ്ലിം യുവാവാണ്. റമദാൻ നോമ്പുകാലം. രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് വൈകുന്നേരം മാത്രമാണ് വീണ്ടും കഴിക്കുന്നത്. ഇതിനകം ക്ഷീണിതനായിരിക്കുമ്പോൾ പോലീസ് അവനെ ചോദ്യം ചെയ്തു. നിനക്ക് ഈ കൊലപാതകത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന്. അവൻ പറഞ്ഞു, സർ, അന്ന് ഞാൻ പുറത്തായിരുന്നു. ഞാൻ ആ സ്ത്രീയെ 2-3 തവണ കണ്ടിട്ടുണ്ട്. ഈ കൊലപാതകത്തിൽ ഞാൻ വലിയ ദുഃഖിതനാണ് എന്നും പറഞ്ഞു. പോലീസ് വീണ്ടും ഒട്ടും സംശയം തോന്നാത്ത രീതിയിൽ ചോദ്യം ചെയ്തു. ഓഗസ്റ്റ് 13-ന് നീ എവിടെയായിരുന്നു? സർ, ഓഗസ്റ്റ് മാസം 12-ന് ഞാൻ നാഗർകോവിലേക്ക് പോയി നൊങ്ക് വാങ്ങാൻ. സാധാരണ രാവിലെ വാങ്ങും, പക്ഷെ അന്നത്തെ ദിവസം ഞാൻ മുൻ ദിവസം തന്നെ പോയിരുന്നു. ബോറടിച്ചത് കൊണ്ട് രാത്രി ഒരു സിനിമ കാണാനും പോയി എന്ന് പറഞ്ഞു. ഏത് സിനിമയാണ്, ഏത് തിയേറ്ററാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. പാൻറ്റിന്റെ പോക്കറ്റിൽ നിന്നും കിട്ടിയ സിനിമാ ടിക്കറ്റും റിയാസ് പറഞ്ഞ തീയതി, തിയേറ്റർ, ഷോസ് എല്ലാം മാച്ചായിരുന്നു. റിയാസിന് അറിയില്ലായിരുന്നു. പോലീസ് ജീൻസ് കണ്ടെത്തിയതും അതിൽ നിന്ന് ഈ ടിക്കറ്റ്, മാച്ച് ബോക്സ്, ബീഡി പാക്കറ്റ് ഇതൊന്നും കണ്ടെത്തിയ കാര്യം അവൻ അറിയില്ല. അവൻ വളരെ സാധാരണയായി സിനിമയ്ക്ക് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഓരോ സൂചനയും റിയാസുമായി പൊരുത്തപ്പെടുന്നുണ്ട്. അവനെ നാഗർകോവിലുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞു. സിനിമ പൊരുത്തപ്പെട്ടു. എല്ലാ ഡോട്ടുകളും പതിയെ പതിയെ കണക്റ്റായി. ഇപ്പോൾ പോലീസ് ചോദിച്ചു, ഇതൊരു സാധാരണ നടപടിയാണ്. ഞങ്ങൾക്ക് സംശയം തോന്നുന്നവരോടൊക്കെ ഞങ്ങൾ ചോദിക്കും. നിങ്ങളുടെ വിരലടയാളം ഞങ്ങൾക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചു. ശരി എന്ന് പറഞ്ഞ് അവനും അത് നൽകി. ക്രൈം സീനിലെ ആ ആട്ടുകല്ലിൽ നിന്നും കിട്ടിയ വിരലടയാളവും റിയാസിന്റെ വിരലടയാളവും താരതമ്യം ചെയ്തു. അത് 100% പൊരുത്തപ്പെട്ടു. പോലീസിനിപ്പോൾ സന്തോഷമായി. അവർ റിയാസിനെ വീണ്ടും വിളിച്ചു. റിയാസ്, ഞങ്ങൾക്കറിയാം നീയാണ് കൊലപാതകം ചെയ്തത്. ആ സ്ത്രീയെ ആട്ടുകല്ല് ഉപയോഗിച്ച് നീ അടിച്ചു കൊന്നു. അരക്കല്ലിൽ നിന്റെ വിരലടയാളം ഉണ്ടെന്നും പറഞ്ഞു. ഇപ്പോൾ റിയാസ് പറഞ്ഞു, സർ, നിങ്ങൾ തെറ്റായ കുറ്റം ചുമത്തുകയാണ്. എനിക്ക് ആ സ്ത്രീയെയും ലോട്ടറി വിൽക്കുന്ന ആളെയും അറിയാം. ഞാൻ അവരുടെ വീട്ടിലിടയ്ക്കിടെ പോയിട്ടുണ്ട്. ആ സമയത്ത് എപ്പോഴെങ്കിലും ഞാൻ അരക്കല്ല് തൊട്ടിട്ടുണ്ടാകാം. അതിനാലായിരിക്കാം വിരലടയാളം കിട്ടിയത്. ഞാൻ ആ വീട്ടിൽ മുൻപ് പോയിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള വീടാണത്. അതുകൊണ്ട് എൻ്റെ വിരലടയാളം ആ വീട്ടിൽ വന്നിട്ടുണ്ടാകാം. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഞാനാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന്? അതുകൊണ്ട് റിയാസ് തുടർച്ചയായി നിഷേധിച്ചു. ഒരു സംശയിതന്റെ കാഴ്ചപ്പാടിൽ നിന്നും സംശയിച്ചാൽ അവൻ പറയുന്നത് തെറ്റാണോ? ഈ കേസ് കോടതിയിൽ പോയാൽ പ്രതിഭാഗം എന്ത് വാദിക്കും? ഇത് തന്നെ വാദിക്കും. അവൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് അതിന് മുൻപും, അതുകൊണ്ടാണ് അവന്റെ വിരലടയാളം അവിടെ വന്നതെന്നൊക്കെ വാദിച്ചാൽ തീർച്ചയായും അവൻ രക്ഷപ്പെടാൻ കഴിയും. ഇതിനിടയിൽ വീണ്ടും ചോദ്യം ചെയ്യൽ തുടർന്നു. ഇപ്പോൾ റിയാസ് പറഞ്ഞു, സാർ, ഞാൻ നോമ്പിലാണ്. പകൽ വെള്ളം പോലും കുടിക്കാനാകില്ല. ക്ഷീണിതനാണ്. ഇനി നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞു. ഇവിടെയാണ് കൃഷ്ണകുമാർ എന്ന ഓഫീസർ വളരെ വ്യത്യസ്തമായ ഒരു സമീപനം കാണിച്ചത്. അദ്ദേഹം ദേഷ്യപ്പെട്ടില്ല, മർദ്ദിച്ചില്ല. നീയാണല്ലേ കൊലപാതകം ചെയ്തത് എന്ന് പറഞ്ഞ് മർദ്ദിച്ച് സമ്മതിപ്പിക്കാൻ ശ്രമിച്ചില്ല. അദ്ദേഹം വ്യത്യസ്തമായൊരു തന്ത്രം സ്വീകരിച്ചു. ശരി, നീ വിശ്രമിക്ക്. വൈകുന്നേരം നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം എന്ന്. റിയാസിനെ സ്റ്റേഷനിൽ തന്നെ ഇരുത്തി. വൈകുന്നേരം 6 മണിയോടെ നോമ്പുതുറ സമയമായപ്പോൾ പോലീസ് സ്വന്തം പണത്തിൽ നല്ല ഭക്ഷണം വാങ്ങി റിയാസിന് നൽകി. ഒരു കൊലക്കേസിൽ സംശയിതനായ ഒരാൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ സ്നേഹത്തോടെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് അപൂർവമാണ്. റിയാസ് അതിശയിച്ചു. എന്നിട്ട് അവൻ ഭക്ഷണം കഴിച്ചു. കൃഷ്ണകുമാർ വളരെ സാധാരണ രീതിയിൽ സൗഹൃദപരമായി സംസാരിച്ചു. ഭക്ഷണം കഴിക്കുന്നതിനിടെ കേസിനെ കുറിച്ചൊക്കെ അല്പം ചോദിച്ചു. ആ സൗഹൃദം, ആ കരുതൽ, അത് റിയാസിനെ ഉള്ളിൽ നിന്നും തകർത്തു. അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. സർ, എന്നോട് ക്ഷമിക്കണം, ഞാനൊരു സത്യം പറയാം. ഇപ്പോൾ ഓഫീസർ വളരെ ശാന്തമായി അവനോട് പറഞ്ഞു. ശരി, നീ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളോട് കള്ളം പറയാൻ തോന്നുന്നില്ല സാർ. ഞാൻ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തത്. അവൻ സമ്മതിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ ആരുമില്ല. ലഹരിക്ക് അടിമ. സ്നേഹിക്കാനും പരിഗണിക്കാനും ആരുമില്ല. സർ, ഇങ്ങനെ സ്നേഹത്തോടെ എനിക്ക് ആരും ഭക്ഷണം വാങ്ങി തന്നിട്ടേയില്ല. അതും നോമ്പ് സമയത്ത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് കള്ളം പറയാൻ മനസ്സില്ല. കണ്ണീര് പൊഴിച്ച് അവൻ മുഴുവൻ സത്യവും പറഞ്ഞു. ഈ സ്ക്രാപ്പ് കട ഉടമ പറഞ്ഞതുപോലെ അവന് ഗുരുതരമായ ഒരു ലഹരിശീലം ഉണ്ടായിരുന്നു. നാഗർകോവിലിൽ ചെന്ന് നൊങ്ക് വാങ്ങി ബിസിനസ് ചെയ്താലും കിട്ടുന്ന പണം കൂടുതലും ലഹരിക്ക് ചിലവഴിച്ചു. ലഹരിശീലം രൂക്ഷമായതോടെ ഭാര്യയും കുട്ടികളും അവനെ വിട്ടുപോയി. ഒറ്റയ്ക്ക് ജീവിതം, ചെറിയ പിന്തുണ മാത്രം, അത് സഹോദരിയിൽ നിന്ന്. ആ ഒരു പ്രത്യേക ദിവസം ലഹരി വാങ്ങാൻ അവന് പണം വേണം. സഹോദരിയോട് ചോദിച്ചു. സഹോദരിയുടെ ഭർത്താവ് നൽകില്ല എന്നും പറഞ്ഞു. ആ ദേഷ്യവും നിരാശയും നിറഞ്ഞ അവസ്ഥയിൽ
അവൻ 65 വയസ്സുള്ള സ്ത്രീയെ കണ്ടു. വാതിലിനരികിൽ അയൽക്കാരിയോട് സംസാരിച്ച് നിൽക്കുന്നു. കഴുത്തിൽ തിളങ്ങുന്ന ഒരു സ്വർണമാല. അത് മോഷ്ടിച്ചാൽ എനിക്ക് 1 മാസം ലഹരി വാങ്ങാൻ മതി എന്ന ചിന്ത അവന്റെ മനസ്സിൽ വന്നു. ആ സ്ത്രീയെക്കുറിച്ച് അവന് നേരത്തെ അറിയാം. മകൻ ലോട്ടറി വിൽക്കുന്നവൻ. എപ്പോഴാണ് വീട്ടിൽ വരുന്നത് എന്നും അവൻ അറിയാം. അപ്പോൾ സ്ത്രീ ഒറ്റയ്ക്കായിരിക്കുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. ആഭരണം മോഷ്ടിക്കാൻ തീരുമാനിച്ചു. പിൻവാതിൽ എപ്പോഴും തുറന്നിരിക്കാറാണ് പതിവ്. അവന്റെ പ്ലാൻ അവൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പിന്നിലൂടെ ചെല്ലുക, വായടച്ച് പിടിക്കുക, മാല പിടിച്ച് വലിച്ചെടുത്തിട്ട് ഓടുക. അങ്ങനെ ആ വീട്ടിൽ കയറി അവൻ വാതിൽ തുറന്നു. ആ സ്ത്രീ അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവൻ പതുക്കെ അകത്ത് കയറി. പക്ഷെ പെട്ടെന്ന് സ്ത്രീക്ക് ഒരു സംശയം തോന്നി. പിന്നിൽ ആരോ നിൽക്കുന്നു എന്നൊരു അനുഭവം. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അതവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവന്റെ പദ്ധതി ആ സ്ത്രീ തന്റെ മുഖം കാണുന്നതിന് മുൻപ് വായടച്ച് ആഭരണം പിടിച്ചെടുത്തിട്ട് ഓടുക എന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്ത്രീ അവനെ കണ്ടു. ഭയത്തിൽ അവൻ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ സമീപത്തുണ്ടായിരുന്ന ഈ ആട്ടുകല്ലിന്റെ കല്ലെടുത്ത് അവളുടെ തലയിൽ തന്നെ അടിച്ചു. ഒറ്റ തലയിൽ തന്നെ തലയോട്ടി പൊട്ടി, രക്തമൊഴുകി. അതേ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നുറപ്പായപ്പോൾ കഴുത്തിലെ സ്വർണമാലയും കയ്യിലെ വളകളും എല്ലാം എടുത്തു. അപ്പോഴാണ് ശ്രദ്ധിച്ചത്, തൻ്റെ ജീൻസിൽ മുഴുവനും രക്തമായിട്ടുണ്ട്. ഇത് ധരിച്ചുകൊണ്ട് പുറത്തു പോയാൽ തീർച്ചയായും പിടിക്കപ്പെടും. അതുകൊണ്ട് അവൻ അതിവേഗം ജീൻസ് ഊരി കിടക്കയുടെ അടിയിൽ തള്ളിയിട്ടു. പിന്നീട് മാറ്റാൻ ഒരു വസ്ത്രം വേണം. അതുകൊണ്ട് അതേ വീട്ടിലെ മകന്റെ വസ്ത്രം തന്നെ ധരിച്ചു. അവൻ വന്ന അതേ ഇടുങ്ങിയ വഴിയിലൂടെ പുറത്തേക്ക് പോയി. റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ ഒരു ബെഞ്ചിൽ ചെന്നിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോട്ടറി വിൽക്കുന്ന മകൻ വീട്ടിലേക്ക് പോകുന്നത് അവൻ കാണുന്നത്. അവന് മനസ്സിലായി, ഇനി കുറച്ച് മിനിറ്റുകൾക്കകം മൃതദേഹം കണ്ടെത്തും, പോലീസ് എത്തും. അങ്ങനെ തന്നെ സംഭവിച്ചു. തിരക്ക് കൂടി, പോലീസ് എത്തി, നായകൾ അവിടെ എത്തി. നായ തന്നെ കണ്ടെത്തുമെന്നവൻ മനസ്സിലായി. ബെഞ്ചിൽ നിന്ന് ഉടൻ എഴുന്നേറ്റു മാറി. നായ ആ ബെഞ്ചിലേക്ക് എത്തുമ്പോൾ ഒരു 3 മിനിറ്റ് മുൻപ് മാത്രമാണ് അവൻ അവിടെ നിന്നും പോയത്. അവൻ ഓവർ ബ്രിഡ്ജ് കയറി റെയിൽ പാളത്തിലേക്ക് ചാടി ഓടിപ്പോയി. നായ ഓവർ ബ്രിഡ്ജ് വരെ എത്തിയ ശേഷം അവിടെ നിന്നു. പാളം നോക്കി കുരച്ചു. പോലീസിന് ഒരു തെറ്റായ അനുമാനമാണ് ഉണ്ടായത്, അവൻ ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടു എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ എന്ത് ചെയ്തു എന്നറിയണ്ടേ? റെയിൽ പാളത്തിന് പിന്നിലുള്ള ഭാഗത്തേക്ക് പോയി. അവിടെ ഒരു റോഡ് സൈഡ് കടയിൽ നിന്നും മറ്റൊരു വസ്ത്രം വാങ്ങി. മകന്റെ ജീൻസ് കളഞ്ഞിട്ട് പുതിയ വസ്ത്രം ധരിച്ചു. പിന്നീട് നാഗർകോവിലേക്ക് പോയി. ചില ദിവസങ്ങൾക്ക് ശേഷം ഒന്നും അറിയാത്തതുപോലെ തിരികെ വന്നു. പതിവ് പോലെ ജോലി ചെയ്തു. ഇതെല്ലാം റിയാസ് കണ്ണീരോടുകൂടി സമ്മതിച്ചു പറഞ്ഞു. അവന്റെ സമ്മത വാക്കുകൾ കേട്ടപ്പോൾ പോലീസിന് വ്യക്തമായി. പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണത്തിൽ ചില മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് അവൻ രക്ഷപ്പെട്ടത്. പോലീസ് നായ ഒരു 2 മിനിറ്റ് മുൻപ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നെങ്കിൽ പിടിക്കാമായിരുന്നു. ഓവർ ബ്രിഡ്ജിൽ ഉണ്ടായിരുന്ന പോലീസ് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കണ്ടുപിടിക്കാമായിരുന്നു. ട്രെയിനിൽ കയറിപ്പോയി എന്നൊരു തെറ്റായ അനുമാനമാണ് ഈ അന്വേഷണത്തെ വൈകിപ്പിച്ചത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഈ കേസ് യഥാർത്ഥത്തിൽ പരിഹരിച്ചത് ആ കഴിവുള്ള ഓഫീസറായ കൃഷ്ണകുമാറാണ്. സിനിമ ടിക്കറ്റ്, BD പാക്കറ്റ്, മാച്ച് ബോക്സ്, ഓരോ ചെറിയ തെളിവുകളും അദ്ദേഹം ഓരോ കോണിൽ അന്വേഷിച്ചു. നാഗർകോവിലുമായി ബന്ധിപ്പിച്ചു. സാക്ഷികളെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തു. ചിന്തയുടെ ഒരു പുതിയ ദിശ തന്നെ തുറന്നു. അതിലും വലിയൊരു കാര്യം, സംശയിക്കുന്ന വ്യക്തിയോട് മാന്യമായി പെരുമാറി അവനെ മാനസികമായി തകർത്തു, സത്യം പുറത്തു കൊണ്ടുവന്നു. അവസാനം ഈ കേസ് കേരള കോടതിയിലെത്തി. റിയാസ് തന്നെയാണ് കൊലപാതകം ചെയ്തത് എന്ന് തെളിഞ്ഞു. അവന് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. സത്യത്തിൽ കേരള പോലീസ് നടത്തിയ അന്വേഷണം അത്യുത്തമമായിരുന്നു. ഈ കേസ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണത്തെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ ആദ്യ ഭാഗത്തിൽ പറഞ്ഞിരുന്നു. ഈ വീഡിയോ മുഴുവനും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ കേസിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ യഥാർത്ഥ ചിത്രം പോലും കാണിച്ചിട്ടില്ല. കൊലയാളിയുടെ യഥാർത്ഥ ചിത്രം പോലും ഇല്ല. ഇത് 2007 നടന്ന കേസ് ആയതിനാൽ ഇന്റർനെറ്റിൽ എത്ര തിരഞ്ഞിട്ടും യഥാർത്ഥ ചിത്രം ലഭിച്ചില്ല. കേസിന്റെ അവസാനത്തെ ജഡ്ജ്മെന്റ് കിട്ടി. അത് വായിക്കുമ്പോൾ തന്നെ കേസ് വളരെ ആകർഷകമായി തോന്നും. പിന്നീട് കൂടുതൽ അന്വേഷിച്ചു. നമ്മുടെ ന്യൂസ് ചാനൽസിലെല്ലാം ഇന്റർവ്യൂസ് എടുത്തു. ആ ഇന്റർവ്യൂ ആരുടേതാണെന്ന് അറിയണ്ടേ? ഈ കേസ് അത്രയും കൃത്യതയോടുകൂടി അന്വേഷിച്ച ഓഫീസറായ കൃഷ്ണകുമാറിന്റെ ഇന്റർവ്യൂ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തി ഇത് തന്നെയാണ് അദ്ദേഹം. ഇദ്ദേഹത്തെ കണ്ടാൽ നിങ്ങൾക്ക് വിശ്വാസം വരില്ല അല്ലേ? ഈ കേസ് പരിഹരിച്ച അതേ വ്യക്തി തന്നെയാണ് ഇദ്ദേഹം. നമ്മുടെ വീട്ടിലൊരു ബാങ്ക് മാനേജറെ പോലെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു സ്കൂൾ അധ്യാപകനെ പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ? ഒരിക്കലും ഒരു കടുപ്പമുള്ള പോലീസ് ഓഫീസർ ലുക്കില്ല. വളരെ സാധാരണ സൗഹൃദപരമായ ഒരാൾ. പക്ഷെ ആ സാധാരണ മുഖത്തിനുള്ളിൽ എത്ര ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു അന്വേഷണ മനസ്സുണ്ടായിരുന്നു എന്നത് ഈ കേസ് തന്നെ തെളിയിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭിമുഖം കാണുമ്പോൾ വല്ലാതെ അതിശയിച്ചു പോകും. രൂപവും ജോലിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് തോന്നിപ്പോകും. എന്നാൽ പ്രവർത്തനത്തിൽ അദ്ദേഹം മറ്റൊരു ലെവലാണ്. യഥാർത്ഥ ചിത്രങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ
ഈ കേസ് പറയണോ വേണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അന്വേഷണത്തിൻ്റെ രീതി, കല, അത് കൈകാര്യം ചെയ്ത സീനിയർ ഓഫീസറുടെ ആ ഒരു രീതി, കേസ് കൈകാര്യം ചെയ്ത സീനിയർ ഓഫീസറുടെ സമീപനം, ഇതെല്ലാം നിങ്ങൾ അറിയാൻ വേണ്ടി ഈ കേസ് പറയണമെന്ന് തന്നെ തോന്നി. സത്യത്തിൽ ഈ സീനിയർ ഓഫീസറെ കൃഷ്ണകുമാറിന് തന്നെ വലിയൊരു ഹാറ്റ്സ് ഓഫ് നൽകണം. അന്വേഷണവും ഒരു കല തന്നെയാണ്. ഈ കേസിലൂടെ എനിക്ക് ഏറ്റവും മനസ്സിലായ ഒരു കാര്യം, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഒരു ആർട്ടാണ്, ഒരു ക്രാഫ്റ്റാണ്. എല്ലാവർക്കും ആ ഒരു കഴിവ് ലഭിക്കണം എന്നില്ല. ശരിയായ സമയത്ത് ശരിയായ ആളോട് ശരിയായ ചോദ്യം ചെയ്യൽ നടത്തണം, ശരിയായ ചോദ്യം ചോദിക്കാൻ അറിയണം. അതാണ് അന്വേഷണത്തിൻ്റെ ഒരു ഹൃദയം. ആദ്യത്തെ അന്വേഷണത്തിൽ, അതായത് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതിന് മുൻപ് പോലീസ് അന്വേഷിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അവരെല്ലാവരെയും അന്വേഷിച്ചു, അവിടെയുള്ള കടക്കാരെല്ലാം ചോദ്യം ചെയ്തു, സിനിമാ ടിക്കറ്റും കിട്ടി. പക്ഷെ അവിടെയും നിങ്ങളുടെ ഭാര്യയുടെ സഹോദരൻ, അവൻ ഏത് നാട്ടുകാരനാണ്, എന്ത് ജോലി ചെയ്യുകയാണ്, ഈ കാര്യങ്ങളെല്ലാം അന്നേ ചോദിച്ചിരുന്നെങ്കിൽ, ശരിയായി ബന്ധിപ്പിച്ചിരുന്നെങ്കിൽ, നാഗർകോവിലേക്ക് അന്വേഷണം നീട്ടിയിരുന്നെങ്കിൽ റിയാസിനെ 3 വർഷം മുൻപ് തന്നെ പിടിക്കാമായിരുന്നു. അതായത് ആദ്യ ഘട്ടത്തിൽ ശരിയായ ചോദ്യം ചെയ്യൽ നടത്തിയില്ല. എന്ത് ചോദിക്കണം, എപ്പോൾ ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, ഇതൊക്കെ അറിയുന്നത് ഒരു കഴിവുള്ള ഓഫീസർക്കാണ്. കൃഷ്ണകുമാർ സാറും അതാണ് ചെയ്തത്. രണ്ടാമത്തെ റൗണ്ടിൽ 3 വർഷങ്ങൾക്ക് ശേഷം വളരെ നീണ്ട സമയം തന്നെയാണത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ കേസിൽ 3 വർഷം എന്നത് വളരെ നീണ്ട സമയമാണ്. ഇതൊരു പ്രൊഫഷണൽ കില്ലറുടെ കുറ്റകൃത്യമല്ല, സീരിയൽ കില്ലറും അല്ല, മുൻകൂട്ടി പൂർണ്ണമായും ആസൂത്രണം ചെയ്തതും അല്ല. ക്രൈം സീനിൽ ജീൻസ് പാൻറ് വരെ അവൻ ഉപേക്ഷിച്ചു. ഇത് പോലീസ് കണ്ടെത്തിയില്ല, മകനാണ് പിന്നീട് കണ്ടെത്തി കൊടുത്തത്. ആദ്യ റൗണ്ടിൽ അത് കണ്ടെത്തിയിരുന്നെങ്കിൽ കേസ് വളരെ എളുപ്പമായേനെ. അതുകൊണ്ട് തന്നെ ഇയാളെ ഒരു സ്കിൽ കില്ലർ എന്ന് വിളിക്കാൻ കഴിയില്ല. പക്ഷെ ഇങ്ങനെ വലിയ തെളിവുകൾ ഉപേക്ഷിച്ച ഒരാളെ പിടിക്കാൻ ഇത്രയും കാലം എടുത്തത് അല്പം അതിശയിപ്പിക്കുന്നു. സാധാരണ എല്ലാ അന്വേഷണത്തിലും കാണാറുള്ള ഒരു കാര്യമാണ് ഈ ഡോട്ട്സ്. അത് ശരിയായി ബന്ധിപ്പിക്കണം. ഇവിടെ ഒരു സിനിമാ ടിക്കറ്റ്, ഒരു ബീഡി പാക്കറ്റ്, മറ്റൊരു വശത്ത് ഒരു മാച്ച് ബോക്സ്. ഇവ ഒറ്റപ്പെട്ട ഡോട്ടുകൾ മാത്രമാണ്. അവയെ ശരിയായി ബന്ധിപ്പിക്കുമ്പോഴാണ് ചിത്രം പൂർണ്ണമാകുന്നത്. ആ ബന്ധം എങ്ങനെ കണ്ടെത്തണം എന്നറിയണം. അതാണ് അന്വേഷണ കഴിവ്. എന്നെ ഏറ്റവും അതിശയിപ്പിച്ച മറ്റൊരു കാര്യം, നാഗർകോവിലുമായി നടത്തിയ കൃത്യമായ ലിങ്കിങ് ആണ്. ആദ്യ റൗണ്ടിൽ നാഗർകോവിൽ കണ്ടെത്തിയിട്ടും അത് ശരിയായി നോക്കാത്തത് ഒരു പിഴവ് തന്നെയാണ്. രണ്ടാം റൗണ്ടിൽ കൃഷ്ണകുമാർ ശരിയായ രീതിയിൽ അന്വേഷിച്ചു. സ്ക്രാപ്പ് കടക്കാരന്റെ ഭാര്യയുടെ സഹോദരനെ കണ്ടെത്തി. എല്ലാ ഡോട്ടുകളും പൂർണ്ണമായും ബന്ധിപ്പിച്ചു. ഇന്നത്തെ യുവ തലമുറയ്ക്ക് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ഈ കേസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ലഹരി സംസ്കാരം, ഡ്രഗ്സ്, മദ്യപാനം, ഇവയൊക്കെ വളരെ സാധാരണം എന്ന് തോന്നിപ്പിക്കുന്ന ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് വളരെ അപകടകരമാണ്. ഒരു ലഹരിശീലം ഒരാളുടെ ജീവിതം മാത്രമല്ല നശിപ്പിക്കുന്നത്, അവൻ്റെ അമ്മ, അച്ഛൻ, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, എല്ലാവരുടെ ജീവിതവും തകർക്കും. ഒടുവിൽ എന്ത് സംഭവിക്കും? എല്ലാവരും അവനെ വിട്ടുപോകും, ഒറ്റയ്ക്കാകും. റിയാസിന്റെ ജീവിതം ഉദാഹരണമാണ്. ഒരു തെറ്റായ ശീലം, ഒരു നിമിഷത്തെ ക്രൂരമായ ചിന്ത, ഒരു നിരപരാധിയ സ്ത്രീയുടെ ജീവിതം എടുത്തു. അതിനാൽ ഇന്നത്തെ യുവാക്കൾ ലഹരിയിൽ നിന്നൊക്കെ അകലെയായിരിക്കുക. ജീവിതം അത്ര വിലമതിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ വിലമതിക്കുക. ഈ ഒരു കേസ് എന്നത് കേസ് അന്വേഷണത്തിന്റെ ഒരു പാഠം മാത്രമല്ല, ജീവിതത്തിന്റെ ഒരു പാഠം കൂടിയാണ്. ഈ കേസിൽ സംഭവിച്ചത് അതാണ്. ഒരാൾക്ക് ആദ്യം തൻ്റെ ഭാര്യയെയും മക്കളെയും നഷ്ടമായി. അതിനുശേഷം ആ ലഹരിയോടുള്ള ആകാംക്ഷ അതൊരു അടിമത്വം പോലെ മാറുന്നു. ആ ആവശ്യം നിറവേറ്റാൻ പണം വേണം. പണത്തിനായി കുറ്റകൃത്യത്തിലേക്ക് വഴുതി വീഴുന്നു. ഒരു ചുഴിയിൽ അകപ്പെട്ടതുപോലെയാണ് അത്. അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ പോലും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയില്ല. ആദ്യം നഷ്ടമാകുന്നത് പണവും വിദ്യാഭ്യാസവും, പിന്നീട് ബന്ധങ്ങളും സുഹൃത്തുക്കളും. എല്ലാവരും അകലം പാലിക്കും. അവസാനം അറിയാതെ കുറ്റകൃത്യത്തിലേക്ക് തന്നെ നമ്മൾ പോകും. ഇതൊടുവിൽ 2 വഴികളിലേക്കാണ് നയിക്കുന്നത്: ജീവിതം നഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ ജീവപര്യന്തം ജയിലിൽ കഴിയുക. ഇവയെല്ലാം ആരംഭിക്കുന്നത് ഒറ്റ തവണയല്ലേ, ഉപയോഗിച്ച് നോക്കാം എന്ന് നിങ്ങൾ എടുക്കുന്ന ആ തീരുമാനത്തിൽ, ആ തെറ്റായ തീരുമാനത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഇന്നത്തെ യുവതലമുറ ചിന്തിക്കേണ്ടത്, പാർട്ടിക്ക് പോയി സുഹൃത്ത് തന്നു 1 ദിവസം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ഉപയോഗിച്ചാലും ആ ഒരു പിശാചിനെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. ലഹരി ഒരു തമാശയല്ല, ഒരു രോഗം പോലെയാണ്. പിടിച്ചാൽ അത് മുഴുവൻ ജീവിതവും പിന്തുടർന്ന് വരും. എന്നാൽ അതിനുവേണ്ടി നിങ്ങൾ നൽകുന്ന വില അത് സങ്കല്പിക്കാനാകാത്തതാണ്. അതുകൊണ്ട് തന്നെ സ്വയം സംരക്ഷിക്കുക, നിങ്ങളുടെ കുടുംബത്തെയും ഭാവിയെയും സംരക്ഷിക്കുക. ഇതൊരു കേസ് അന്വേഷണ കഥ മാത്രമല്ല, ഒരു മുന്നറിയിപ്പാണ്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ചും ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്തിട്ടില്ലെങ്കിൽ പോകുന്നതിന് മുൻപ് മറക്കാതെ ഒരു ലൈക്ക് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.